സെക്കൻഡ് കൊരിന്ത്യർ 3-ാം അധ്യായം 2 കൊരിന്ത്യർ 3-ന്റെ 6 പഠിച്ചോളൂ. മൈക്ക് കറക്റ്റ് ചേർത്ത് പിടിച്ചു മൈക്ക് പിടിച്ചു. புது உடன்படிக்கையின் ஊழியக்காரராக இருக்கும்படி அவரே என்னை தகுதியுள்ளவனாக்கினார். அந்த உடன்படிக்கை எழுத்துக்குரியதாக இராமல் ஆவிக்குரியதாக இருக்கிறது. எழுத்து கொள்ளுகிறது, ஆவியோ உயிர்ப்பிக்கிறது. ஹல்லேலூயா, ஹல்லேலூயா. புதிய ஏற்பாடிலே ஆவிக்குரிய ஊழியம் ஸ்தோத்திரத்துக்காக. ஹல்லேலூயா. புது ஏற்பாடில் எப்படி தெரியுமா? ஆவியப்பட உள்ள ஊழியக்காரர்கள் இதுக்குள்ள இருக்கின்றன. ஆவியப்படி பரிசுத்த ஆவியப்படி ஊழியம் ചെയ്യുന്നവർ. സ്തോത്രത്തിലാച്ച് യാത്രായാമം 32-ന്റെ 18 പഠിക്കുമ്പോൾ எப்படி എഴുതപ്പെട്ടിരിക്കും தெரியுமா? യാത്രായാമം 32-ന്റെ 19 20 പഠിച്ചാണ്. 1920 32 1920 ആരെങ്കിലും പഠിക്കുന്നു? മോശെ കോപം പൂണ്ടവരായി പഴയ ഏർപ്പാട് പഠിക്കുമ്പോൾ മോശ 40 നാള് കർത്തന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ഒരു കട്ടളை കൊടുത്താச்சு. அந்த கட்டளை எடுத்துட்டு கீழே வரும்போ கர்த்த மக்களாയ இஸ்ரவேல் மக்கள் கர்த்தனுக்கு விரோதமானது செய்திட்டு தப்பானது செய்திட்டு വളരെ ഗമനമാ കേൾക്കണം. സ്തോത്രം. മോശ அந்த അക്ഷരത്തിൽ എഴുതപ്പെട്ട കട്ടളയെ പലകയെ ഉടച്ചിട്ട് അത് എരിയ വെച്ച് തണ്ണിയിലെ കലക്കിയിട്ട് അത് കുടിക്ക വെച്ചാச்சு. സ്തോത്രം പറ. ഹല്ലേലൂയ. കട്ടള എന്താ தெரியுமா? കോപത്തെ ഏത് അക്ഷരത്തിൽ പഴയ ഏർപ്പാടിലുള്ളതിന് നീ കട്ടള കൊടുത്ത அந்த കട്ടളയിൽ നിന്ന് നീ വിലങ്ങിയാച്ചാൽ ലെഫ്റ്റ് റൈറ്റ് പോയാച്ചാൽ അത് നിനക്ക് പെരിയ വിഷയമാണ്. സ്തോത്രം ചെയ്യാൻ പുതു ഏർപ്പാടിലുള്ള ഊല്യവും പഴയ ഏർപ്പാടിലുള്ള കട്ടളയും തമ്മിൽ പെരിയ വിഷയം ഇരിക്കുന്നു, ചേഞ്ചസ് ഇരിക്കുന്നു. നിങ്ങൾ ഏറ്റുകൊണ്ട് കണ്ട അതിന്റെ ടൈമില്ല 28 33 32 28 തൊട്ട് 33 വരെ പഠിച്ച எவ்வளவு பேரு? தப்பண்ணிய 3000 பேரு வீணாச்சு. ഹല്ലേലൂയ. പെരിയ പാപം ചെയ്ത 3000 പേര് പഴയ ഏർപ്പാടിലുണ്ടാകുന്നത് സാധിച്ചു. ഹല്ലേലൂയ. അത് കൂടാതെ പഠിച്ചിരിക്കുന്നത് 3000 പേരുടെ പേര് ജീവ പുസ്തകത്തിൽ നിന്നും കട്ട് ചെയ്തു. സ്തോത്രം പറ. അവർക്ക് നിത്യതയിൽ ആശീർവാദത്തെ കട്ട് பண்ணிட்டு സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എറ്റേണൽ ലൈഫ് ഇവരുടെ ലൈഫില് കട്ടായി. എന്നാൽ പുതു ഏർപ്പാടിൽ എപ്പടി தெரியுமா? ആവിയിൻപടിയുള്ള ശുശ്രൂഷയിൽ സെക്കൻഡ് അപ്പോസ്തല പ്രവൃത്തി ആക്സസ് ചാപ്റ്റർ 2:38 പേതുരു അവരെ നോക്കി വളരെ ഗമനമാക്കി മോശയ്ക്ക് കട്ടളകളെ
நீங்கள் மனம் திரும்பி ஒவ்வொருவரும் பாவ மன்னிப்புக்கென்று எதுக்காக? பாவ மன்னிப்புக்கு இயேசு கிறிஸ்துவின் நாமத்தினாலே ஞானஸ்நானம் பெற்றுக்கொள்ளுங்க. பரிசுத்த ஆவி வரத்தை பெறுங்க. அந்த டைம்ல பரிசுத்த ஆவி உங்க மேல வருமே. ஹalleluya ஹalleluya. இதுக்குள்ள இருக்கின்ற மக்கள்கிட்ட புது ஏற்பாடு சொல்லுது, பரிசுத்த ஆவி சொல்லுது, நின்னுடைய பாவத்துக்காக மனம் திரும்பு, repentance, மனம் திரும்பு, എന്നിട്ട് ஞானஸ்நானம் பெற்றுக்கோ. பரிசுத்த ஆவி, கர்த்தருடைய ஆவி, பரிசுத்தமான ஆவி, வல்லமையுடைய ஆவி உனக்குள்ள வருது. ஸ்தோத்திரம் சொல்லு, ஸ்தோத்திரம் சொல்லு. ஆரோக்கிய வேண்டவர் கரம் அடிச்சு சொல்லு, அந்த ஆவி எந்த மேல வரட்டும், அந்த ஆவி எந்த மேல வரட்டும், கர்த்தருடைய ஆவி எந்த மேல வரட்டும். பழைய ஏற்பாடு புத்தகத்தில் பேரு கற்பனையில் இது அந்த ஆவி இந்த மனம் திருவார், எந்த மனம் திருவார் பரிசுத்த ஆவி இந்த கிரியை செய்யுന്ന நாளை மாறட்டும். ஹalleluya ஹalleluya ஹalleluya. ஆவி பெற்றுள்ளது மாத்திரமல்ல, ஒரு வேளை எழுதிக்கிறது என்ன தெரியுமா? எழுதிச்சால் பரிசுத்த ஆவி നിങ്ങളുടെ മേൽ വരുന്നേ. അടുത്തത് അത് കഴിഞ്ഞിട്ട് വാഗ്ദത്തമാണത് ഉങ്ങൾക്കും ആരാർക്കും കിടക്കെ പോകും. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ ഉങ്ങളുടെ തലമുറ ആശീർവദിക്കുമെന്ന് ചൊല്ലുക. സ്വന്തം പറ. പക്ഷേ ഇതിന്റെ പുതു ഏർപ്പാട് ചൊല്ലുകയാണ്, നിന്റെ തലമുറ മൊത്തമല്ല, നീയും ഉൻ തലമുറയും இந்த பரிசுத்த ஆவியால் வாഗ്ദത്തത്തെ പ്രാപിക്കുമേ. കർത്തന്റെ വാഗ്ദത്തം ചില മക്കളുടെ മേൽ നിന്ന് വീഴുകയാ, ചില ബന്ധങ്ങൾ അഴിയുകയാ, ചില മനത്തിരിവ് നിന്റെ കുടുംബത്തിനുള്ളിലേക്ക് ഇന്ന് കടന്നിട്ട് നീ പരിശുദ്ധ ആവിയിൽ നിറഞ്ഞു. എത്ര പേർ இந்த പരിശുദ്ധ ആവിയെ പെற்றுകൊള്ളതற்கு വിരുപ്പപ്പെടുന്നവർ കരമടിച്ച് കർത്തനെ ഒന്ന് സ്തുതിച്ചാട്ടെ, കരമടിച്ച് കർത്തനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്തനെ அந்த ആവിയെ എമ്മേൽ ഇറക്ക്, அந்த വാഗ്ദത്തം എമ്മേലും എൻ പിള്ളമേലും കർത്തനെ അണുപ്പ്. യാതിയെ എന്നിൽ നിന്ന് നീക്ക്. ഫിനാൻഷ്യലി എന്റെ കുടുംബത്തിലുള്ള ദരിദ്രത്തിന്റെ കെട്ടുകളെ ഉടയ്ക്ക്. പരിശുദ്ധ ആവിയാൽ നിറയ്ക്കപ്പ. എത്ര പേരെ ചൊല്ലും, എത്ര പേരെ ചൊല്ലുമേ. ആ കരമടിച്ച് കർത്തനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വല്ലമയാൽ നിറയട്ടെ, വല്ലമയാൽ നിറയട്ടെ, വല്ലമയാൽ നിറയട്ടെ. அப்படி வந்தப்போ அடுத்தது என்ன சொல்ல தெரியுமா? வாഗ്ദത്തം உனக்கும் உன் தலைமுறைக்கும் கிடைக்கும். അടുത്തത് 41ാമത്തെ വേരിലേക്ക് പോകുമ്പോൾ என்ன சொல்ல தெரியுமா? அவனுடைய வார்த்தையை சந்தோஷமாய் ஏற்றுக்கொண்டவர்கள் ஞானஸ்நானம் பெற்றார்கள். ஞானஸ்நானம் பெற்றார்கள். அன்றைய தினம் ஏறக்குறைய 3000 பேர் சேர்ந்து പരിശുദ്ധാത്മാവിനാൽ തപ്പണ്ണിയ നമ്മളെ പരിശുദ്ധ ആവി, വല്ലമയായ ആവി 3000 പേരെ ഒരേ മെസ്സേജിൽ, ഒരേ മൂല്യത്തിൽ, ഒരേ ദൈവത്തിന്റെ വാക്യത്തില് 3000 പേരെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി 3000 ജനറേഷന് മേൽ വാഗ്ദത്തത്തെ കൊടുത്താച്ചു. സ്തോത്രം ചൊല്ല്, സ്തോത്രം ചൊല്ല്. വിശ്വാസമുള്ളവർ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരുടെ പേര് പാവത്തെ കർത്തം മന്നിച്ചു, അന്ത ടൈമിലെ പരിശുദ്ധാവി നിന്റെ മേലാണ്. സ്തോത്രം ചൊല്ല്, സ്തോത്രം ചൊല്ല്, സ്തോത്രം ചൊല്ല്, സ്തോത്രം ചൊല്ല്. Hallelujah.
ജ്ഞാനശാലപ്പെട്ട ഉടനെ നമ്മുടെ സമയത്ത് വല്ലമ പരിശുദ്ധാവി ഇറങ്ങി. സ്വന്തം ചൊല്ല്, സ്വന്തം ചൊല്ല്, സ്വന്തം ചൊല്ല്. അവന് 40 നാള് ഉപവസിച്ച് ചൊല്ലുന്ന കേള് വളരെ ഗമനമാ കേൾക്കണം. 40 നാള് വല്ലമ ഇറങ്ങിയവന്റെ മേൽ 40 നാള് ഉപവസിച്ച് ജപം പണിയാച്ചു. സ്വന്തം ചൊല്ല്, സ്വന്തം ചൊല്ല്. വല്ലമ ഇറങ്ങിയാൽ കർത്തന്റെ വേദം നിനക്ക് ജീവനെ കൊടുക്കും. സ്തോത്രം പറ. ചിലർക്കൊക്കെ ഞാൻ ചൊല്ലുകയാണ്, പരിശുദ്ധാവി നിന്റെ മേൽ ഇറങ്ങിയാൽ നിനക്ക് ശാപ്പാടില്ലാമ സത്യത്തിന്റെ വേദം നിനക്ക് ജീവനെ കൊടുത്തിട്ടിരിക്കും. സ്തോത്രം ചൊല്ല്. നിങ്ങൾക്ക് മുന്നാടി നിൽക്കുന്ന ഊല്യക്കാരൻ, നിങ്ങൾക്ക് മുന്നാടി നിന്നിട്ടിരിക്കുന്ന എന്റെ ഊല്യക്കാരന് 2008 മെയ് മാസം 8-ാം തീയതിയാണ് ഞാനും എൻ്റെ മനവിയും ചേർന്ന് ജ്ഞാനശാലപ്പെട്ടു പഞ്ചാബ് ദേശത്ത്. സ്തോത്രം. അന്ന് എഴുത്തില് രമേശ് പാസ്റ്ററും ജഗദീഷ് പാസ്റ്ററും എന്നോട് കൂടെയൊക്കെ ഇരുന്നാച്ച് സ്വോത്ര ചൊല്ലാച്ച് 2008 സ്വോത്ര ചൊല്ലാച്ച്. അന്ന ടൈമിലൊക്കെ ഞാൻ ரொம்ப കഷ്ടത്തോടെ 3 നാൾ വരെയൊക്കെ എന്നെ കൊടുക്കുന്നു. പശി എടുത്ത് ജപം കൊണ്ട് മാറി സ്തോത്രം ചൊല്ലാച്ച്. എത്ര നാള്? 72 hours. ഒരു അഭിഷേകമില്ലാത്ത സാധാ പട്ടാളത്തുകാരൻ പോലും 72 മണിക്കൂർ ശാപ്പാടില്ലാതെ വേല ചെയ്ത് യുദ്ധം പണ്ടാൻ முடியும். സ്തോത്രം ചൊല്ലിയാറ്റ്. ആർമിയിലിരിക്കുന്ന ആരെങ്കിലും നിങ്ങള് ആർമിക്കാരുണ്ടെങ്കിൽ അവർക്ക് കേട്ടാൽ പോലും 72 hours ശാപ്പാടില്ലാതെ അവര് യുദ്ധം പണ്ടുമേ. സ്തോത്രം പറഞ്ഞാട്ട് 40 നാള് കൊല്ലാത്ത ആവിയോട് യുദ്ധം പണ്ടണമെങ്കിൽ പരിശുദ്ധ ആവി തന്നെ ഇറങ്ങണം, വല്ലമ ഇറങ്ങണം. 40 നാള് പരിശുദ്ധ ആവി ആര് പെട്ടാച്ചി? യേശു പെട്ടാച്ചി. പരിശുദ്ധ ആവി ആരുടെ മേൽ ഇറങ്ങുന്നോ അവന് ശാപ്പാടില്ലാതെ പരിശുദ്ധ ആവി അവനെ നടക്ക വെക്കുവല്ല, ഓട വെക്കുവല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യങ്ങളും അവന്റെ മേൽ നടക്കും. കൊല്ലാത്ത പില്ലിശൂന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ഓടയുമേ. അവൻ വായി തുറക്കുമ്പോൾ പരിശുദ്ധ ആവി ഇറങ്ങുമേ. എല്ലാ ശക്തികളെയും മുടക്കുന്ന വിശ്വാസമുള്ളവരെ കരമടിച്ചു. അപ്പൊ യേശു കർത്താവേ വേദത്തിന്റെ സത്യം പഠിച്ചപ്പോൾ അവന്റെ മേൽ അഭിഷേകം വന്ന വല്ലമ ഇറങ്ങിയപ്പോൾ അവൻ ഉടനെ എന്നെ എടുക്കുന്നു. ബിസിനസ് ചെയ്യാൻ പോയില്ല. സ്തോത്രം പറഞ്ഞാട്ട് ബിസിനസ് ചെയ്യാൻ പോയില്ല. ആർമിയിൽ പോയി വേല ചെയ്തില്ല, അല്ലെ പോലീസിൽ പോയി വേല ചെയ്തില്ല. ഇവിടെ പോയിട്ട് ബിസിനസ് കൊടുക്കുന്നു അവൻ ചെയ്യില്ല. പിതാവ് കർത്താവിനോട് 40 നാള് ശാപ്പിടാതെ അഭിഷേകത്തിൽ നിന്ന് ജപിച്ചുകൊണ്ടിരുന്നു. എന്താ നടന്നോ தெரியுமா? എന്താ அதுக்கப்புறம் നടന്നോ தெரியுமா? സ്തോത്രം ചെയ്താട്ട് അവനെന്താ 40 നാള് മുടിച്ച് കീഴെ വരുമ്പോൾ കൊല്ലാത്ത ആവി അവൻ പക്കത്തിൽ വന്നിട്ട് അവനെ அந்த ആവിയിൽ നിന്നും പിന്നാടി എടുക്കുന്നതിന് ട്രൈ ചെയ്തപ്പോൾ മുടിയാതെ സ്തോത്രം ചെയ്തു. അവനെന്താ കൊല്ലാത്ത ആവികളുടെ മേലെല്ലാം അവൻ ജയമെടുത്താച്ച്. എവിടെ പേർക്ക് വിശ്വസിക്കാൻ முடிയുന്നുണ്ട്? സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ നിങ്ങളോട് ചൊല്ലട്ടുമാ, ഞാൻ 2008 ജ്ഞാനശാലപ്പെട്ടിട്ട് 2018 ജൂൺ മാസം 1-ാം തീയതി തൊട്ടാണ് ജൂലൈ മാസം 10-ാം തീയതി വരെയാണ് ഫസ്റ്റ് ടൈം 40 നാള് ഫാസ്റ്റിങ്ങിൽ ഇരിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മൈക്ക് പിടിച്ച് നിൽക്കുന്ന ഊല്യക്കാരന് യേശു കർത്താവിന്റെ മേൽ അഭിഷേകം പെട്ടപ്പോൾ 40 നാള് അവൻ അഭിഷേകത്തിൽ നിന്ന് ശാപ്പിടാമേ കർത്തനോട് പേശിയിട്ടിരുന്നു. കർത്തനോട് ആരാധന പണിയിരുന്നാച്ച്, കർത്തന്റെ മേലെ സ്തുതി ചൊല്ലിട്ടിരുന്നാച്ച്, അപ്പമായിട്ട് പേശിയിട്ടിരുന്നാച്ച്. അതൊക്കെ അവന്റെ മേലുള്ള അഭിഷേകം. ഞാനോ ഇതൊക്കെ മുന്നാടി നിൽക്കുന്ന ഈ ഏബ്രഹാം ജേക്കബ് എന്ന ആള് 10 വർഷം എടുത്താച്ച് 40 നാള് ഫാസ്റ്റിങ്ങിൽ ഇരിക്കാനുള്ള കൃപ കിടക്കണം. എത്ര വർഷം എടുത്താച്ച്? 10
പലതൊക്കെ 2018 ചാൻസ്. സ്വോത്രം ചൊല്ല്, സ്വോത്രം ചൊല്ല്, സ്വോത്രം ചൊല്ല്. പരിശുദ്ധ ആവി ഇറങ്ങട്ടെ, വല്ലമയാൽ നിറയട്ടെ. அந்த 10 வருஷத்துக்கு அப்புறம் നിങ്ങൾ വളരെ ഗൗരവമായി കേട്ടോളൂ. 10 വർഷத்துக்கு அப்புறம் 40 നാൾ ഫാസ്റ്റിംഗ് പോട്ടതിന് അപ്പുറമാണ് അഭിഷേകത്താൽ നിറഞ്ഞപ്പോൾ പൊല്ലാത്ത ആവി ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ വന്നു. പക്ഷെ அந்த ടൈമിലെല്ലാം இந்த ഫാസ്റ്റിംഗിൽ ഇരുന്ന് ജപിച്ചതിൻ്റെ വല്ലമയമ്മേൽ ഇരുന്നതിനാൽ ഞാൻ കേരളയിൽ ഒരു മൂല്യം സ്റ്റാർട്ട് കിടന്നു. കർത്തനാണ് യേശു 40 ദിവസവും ഫാസ്റ്റിംഗ് പോട്ട് വെളിയിൽ വന്നപ്പോൾ അവൻ അന്ത ടൈമിലെ എന്നാച്ച് കാനാവിലെ കല്യാണത്തിന് അങ്ങ് പോകുമ്പോൾ തന്നെയെ അന്ത വൈനാക്കി മാറ്റി. സ്തോത്രം ചൊല്ല്. 10 വർഷം യേശു കർത്താവ് 10 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അന്ത അതിശയത്തെ ചെയ്തെടുക്ക, സ്തോത്രം ചെയ്യാത്ത മൂല്യം ചെയ്തെടുക്ക, സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുക്കപ്പുറം 40 നാള് ഞാൻ 2025 വരെ 7 പ്രാവശ്യം എടുക്കുന്നത് കർത്തപ്പുറം. ലോക്ക്ഡൗൺ ടൈമിൽ ഒരു വാട്ടിത എന്ന് കൊടുക്കുന്നു. ഒരു വർഷത്തെ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുക്കാൻ ചാൻസ് വരുന്നു. 2018 തൊട്ട് 2025 വരെ 7 വാട്ടി ഉപവാസത്തിൽ ഇരുന്ന് ഊന്യം ചെയ്തുകൊണ്ട് അഭിഷേകം. 6 വർഷം ഗമനമാക്കി, 6 വർഷം 40 നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ പൊല്ലാത്ത ആവിയുടെ വെല്ലുവിളികളിൽ നിന്നും ജയമെടുത്ത യേശു കർത്തന്റെ ശരീരം, മാംസം, രക്തം. സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 11 ചാപ്റ്ററിൽ എഴുതപ്പെട്ടിരിക്കുന്ന 1 കൊരിന്ത്യർ 11 ചാപ്റ്ററിൽ എഴുതപ്പെടുത്തുന്ന എൻ്റെ മാംസം, എൻ്റെ രക്തം നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ഇപ്പോഴും അത് ചെയ്യണം എന്ന് ചൊല്ലിയത് 6 പാട്ടി 40 ദിവസം ഫാസ്റ്റിംഗ് പോട്ട് ജപിച്ചതിനപ്പുറം 6ാമത് വർഷം, അതായത് കഴിഞ്ഞ വർഷമാണ് ഇതെൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെന്റ് അത് ചെയ്തിട്ടുള്ളത് അത് എനിക്കത് ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് അത് 40 നാള് ഫാസ്റ്റിംഗിൽ 6 വർഷം ജപിച്ചതിനപ്പുറമാണ് ഡെയിലി പ്രഭു തിരുവചനം ഹോളി കമ്മ്യൂണിയൻ സർവീസ് ചെയ്യാൻ ചാൻസ് കിട്ടും. തിരുവിരുന്ന് കൊടുക്കുന്നതിന് അഭിഷേകം കിട്ടിയത് എത്ര വർഷമാണ്? 6 വർഷം കർത്തന്റെ സന്നിധിയിൽ ഇരുന്ന് 40 നാൾ ഉപവസിച്ച് ജപിച്ചപ്പോഴാണ് ഡെയിലി തിരുവിരുന്ന് കൊടുക്കുവാൻ വേദത്തിൽ ചൊല്ലപ്പെട്ട അപ്പടി ചെയ്യാനുള്ള അഭിഷേകം കിട്ടിയത്. സ്തോത്രം ചൊല്ല്. നിങ്ങൾ നിனைക്കുന്ന മാതിരി യേശു കർത്താവ് 40 നാൾ ഇരുന്നപ്പോൾ അവൻ മേലെന്താ അഭിഷേകം ഇറങ്ങിയപ്പോൾ അവൻ മൂല്യം ചെയ്തു. അതുകൂടാതെ ഞാൻ 10 വർഷം എടുത്ത് മൂല്യം ചെയ്യാം. ഒരു വർഷം 40 വർഷം 40 നാൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത് 10 വർഷം എനിക്ക് தேவைப்பட்டது. அப்பதான் ഞാൻ கொஞ்ச ആനയെ മെതിക്കുന്ന മാതിരി கொஞ்ச കർത്തന്റെ വേലിൽ വഴിയിൽ വന്നാച്ചി 2018. എന്നാൽ 2018 തൊട്ട് 2024 വരെ 6 വാട്ടി 40 നാൾ ഉപവസിച്ച് ജപിച്ചപ്പോഴാണ് കർത്തൻ തിരുവിരുന്ന് വേദത്തിൽ ചൊല്ലപ്പടി നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഡെയിലി കൊടുക്കണമെന്നുള്ള വേദ സത്യത്തെ ഞാൻ ചെയ്തൊക്ക കർത്തന്റെ അഭിഷേകത്തെ ഇറങ്ങിയത്. സ്തോത്രം ചൊല്ല്, സ്തോത്രം ചൊല്ല്. എന്നാൽ ഞാനും യേശു കർത്താവും തമ്മിലുള്ള വേരിയേഷൻ പുരിഞ്ഞാച്ച യേശു കർത്താവ് ഒരേ 40 ഇരുന്നപ്പോൾ അവൻ ഊല്യം സ്റ്റാർട്ട് ചെയ്തു. അവൻ ഒരേ വാട്ടി ഇരുന്നപ്പോൾ അവൻ ഹോളി കമ്മ്യൂണിയൻ തിരുവിരുന്ന് അവൻ ചെയ്താച്ചി ഇല്ലയാ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം എടുത്ത് 11-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ അതിൽ 20 എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ചേർന്ന് വരുമ്പോഴൊക്കെയും എന്നുടെ ജ്ഞാപകത്തിക്കാകെ
സ്വന്തം പറ ചൊല്ലുന്നത് പുരീത പരിശുദ്ധ ആവിയുടെ ക്രിയേഷൻ നിങ്ങളുടെ മേൽ വരുന്നതെന്ന് അകത്തമായിരുന്ന നീ വളരെ പോകുന്നത് സ്വന്തം പറ പരിശുദ്ധ ആവി നിന്റെ മേൽ ഇരുന്നാ നീ വേദ സത്യത്തിൽപ്പെടും നടക്കാൻ മുടിയും സ്വന്തം പറ അതുവരെ വേദത്തിന്റെ സത്യത്തിൽ നിനക്ക് നടക്കാൻ മുടിയാതെ നീ 666 ഓടിക്കൊണ്ടിരിക്കും. ഈ സത്യം ചൊല്ലുമ്പോൾ അതിൽ പറഞ്ഞില്ലേ കുറച്ചും പേര് ഇത് കേട്ടിട്ട് ഇത് നടക്കുമാറ്റാൻ ചൊല്ലി പിന്നാറും. എന്നാൽ ഞാൻ ഒരു കാര്യം ചൊല്ലാം, വിട്ടുമാറക്കൂടാതെ നീ എവളോ ക്ഷമപ്പെടുന്നോ, എവളോ കൂട്ടായ്മ കൂടുക, എവളോ പേര് നിങ്ങൾ ഒരുമനപ്പെട്ട് കർത്തനെ സ്തുതിക്കുന്നോ, വല്ലമേ ഇറങ്ങുമേ അഭിഷക്തന്മാരുടെ വല്ലമേ ഇറങ്ങുമേ പരിശുദ്ധ ആവി ഇറങ്ങുമേ. നിന്നിൽ കൂടെ വ്യാധികൾ വിടുതലായിടുമേ, നിന്നിൽ കൂടെ ഫിനാൻഷ്യൽ ഡെലിവറൻസ് നടക്കുമേ. കെട്ടുകളെ ഉടയ്ക്കും. നിന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ആരെ തിരിയുമോ സ്വന്തം ചൊല്ലിക്കണം. ഉലകത്തിന്റെ പില്ലിശൂന്യ കെട്ടുകളുടെ ആവിയല്ല, പരിശുദ്ധ ആവി സ്വീകരിക്കൂ. ആർക്കൊക്കെ വെളിപ്പെട്ടവരെന്ന് സ്വീകരിച്ചു. പരിശുദ്ധ ആവി നിന്റെ വേദത്തിൽ സത്യത്തിൽ കൂടെ ക്രിയ ചെയ്യട്ടെ. ഈ ഡിസംബർ 10-നാണ് 8 വർഷത്തെ മൂല്യത്തിനകത്ത് 740 ഉപവസിച്ചും ജനിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു. ഇപ്പോൾ 7 വർഷം കൊണ്ട് മൂല്യത്തിൽ സ്തോത്രം. ഇത് മൂല്യക്കാരുടെ കുറേ പേരിന്റെ സ്തോത്രം. 7 വർഷം കൊണ്ട് നമ്മളൊരു 70 വിശ്വാസികൾ കൊണ്ടുവരാൻ എവിടെ കഷ്ടപ്പെട്ടു അല്ലേ? 70 വിശ്വാസി 7 വർഷത്തെ നമ്മുടെ മൂല്യത്തിന്റെ സർവീസിൽ നമ്മുടെ സഭയ്ക്കുള്ളിൽ ഒരു 70 പേരെ കൊണ്ടുവരാം. ഒരു വർഷം 10 പേര്, ഒരു മാസം ഒരാളെ വെച്ച് കമ്പനിക്ക് കൊണ്ടുവന്ന ജ്ഞാനസ്ഥാനം കൊടുത്താൽ ഒരു വർഷത്തിൽ 12 പേര് ജ്ഞാനസ്ഥാനം. സ്തോത്രത്തിന് 2 പേര് മിസ്സായി പോകും. യൂദായുടെ കൊണ്ട് 12 ശിഷ്യന്മാരില് 2 പേര് പോയെന്നിരിക്കട്ടെ, എന്നാൽ 10 പേരാണ് നിൽക്കുന്നത്. 10 വർഷം കൊണ്ട് 7 വർഷം കൊണ്ട് 70 പേരെ നിപ്പാട്ടതിക്ക് എവിടെ ഉണ്ട്. இந்த சத்தியத்தை ஏற்றெடுக்கணும். இந்த சத்தியம் நீங்கள் இந்த வேதத்தின் சத்தியத்தை கேட்டால் உங்களுடைய சபைகளில் மக்களை கொண்டு நிறையப்படும். ഒന്നുമൊക്കെ ചെയ്താൽ വേദത്തിൽ നീ എന്നോ പഠിച്ചോ അത് നീ ചെയ്യാമോ. നീ വേദം തിരിയാണ്ട. ഞാൻ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതാണ്. ബട്ട് പന്നിയുടെ മീറ്റ് സാപ്പിട്ടിട്ടില്ല. സ്തോത്രം പറഞ്ഞ ഞാൻ പന്നി മീറ്റ് പ്രത്യേകിച്ച് എൻ്റെ ഊരിൽ എൻ്റെ മனைவிയുടെ വീടിൻ്റെ ഏരിയയിൽ இந்த காளை அரிசி கிடையாது. போர்த்துட்டு காளை பீஃப் கிடையாது. அந்த ஏரியாவில் பீஃப் உண்டு, പക്ഷെ അതിന് ജാസ്തിയായിട്ട് இந்த പന്നി മീറ്റ് நான் ஜாஸ்தி அங்கே செய்யலாம். அப்போ என்னோட மனைவியோட வீட்டில் போயிச்சால் அது ஒரு குழம்பு வச்சது, கறி வச்சது கிடைக்குமே, ஃப்ரை பண்ணது கிடைக்குமே, விதவிதமாக டேஸ்ட் இன்னைக்கு மசாலா போட்டு എൻ്റെ മാമിനാർ കൊടുക്കും. ഞാനത് എന്നാൽ വേദം പഠിച്ചപ്പോൾ യെശയ്യാ 66:17 ഒന്ന് പഠിച്ചാൽ സ്തോത്രം ചൊല്ലും. യെശയ്യാ 60 പഠിച്ചാൽ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും പഠിച്ചാൽ നാശം വന്നു പോകുന്നുണ്ട്. സ്വത്രം ചൊല്ല്. സാപ്പിടുന്നവരെന്നാലും ഏഴപ്പെട്ടവരായി പോകുമെന്ന് വേദം ചൊല്ലി. അന്നേക്ക് ഞാൻ ചൊല്ലി പരിശുദ്ധ ആവിയിലേക്ക് പോകും. ഞാൻ ഇന്ന് അത് സാപ്പിടുന്നു. ഇത് വേദം പഠിക്കുന്നവരെ വരെ നല്ല സാപ്പിടുന്നു. പക്ഷെ കർത്തം മന്നിച്ച് സ്തോത്രം ചൊല്ലുക. ഈ വേദ
ആശീർവദിക്കും. സ്വന്തം പറഞ്ഞാട്ടെ. പഴയ ഏർപ്പാടിൽ എന്താകുന്നു? കട്ടളയ്ക്ക് വിരോധമായി പേശിയാച്ചാൽ, നീ ചെയ്താച്ചാൽ നീ പക്ക നാശം. എന്നാൽ പുതിയ ഏർപ്പാടിൽ പരിശുദ്ധ ആവി എന്നാ ക്രിയ ചെയ്തിരിക്കുമോ? നീ മന്നിപ്പ് കേട്ടാൽ പരിശുദ്ധ ആവി നിന്നെ ശുദ്ധം പണിടുമേ. പരിശുദ്ധ ആവി നീ ഇന്നേക്ക് മനത്തിരിവുണ്ടായാൽ വേദത്തിൻ സത്യത്തെ കേട്ടിട്ട് അന്ന പന്നിയിറച്ചി ഇന്നേക്ക് ശാപ്പിടുമാട്ടാന്ന് നീ നനച്ചാൽ നിന്റെ ഏഴപ്പെട്ടത് ഇന്നേക്ക് വിടുതലായിരുന്നു. സ്വതന്ത്രം പറഞ്ഞാൽ നിന്റെ കുടുംബത്തിലുള്ള ഏഴയുടെ അവസ്ഥ, ദരിദ്രത്തിന്റെ അവസ്ഥ ഇന്നേക്ക് പകൽക്കാലം നീ തിരിഞ്ഞ സത്യത്തെ ഇംപ്ലിമെന്റ് ചെയ്ത അത് ചെയ്താൽ അത് അത്ഭുതം നടക്കും. ഇതാണ് ഞാൻ ഫസ്റ്റ് മനത്തിരിവുണ്ടായി. അത് കപ്പർക്കാരന് കൊടുക്കുന്നു. വേദത്തിന്റെ ഓരോ സത്യത്തെ പഠിക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അനേകരെ ആ സത്യത്തിൽ നിന്നും എതിർത്തു. സ്തോത്രം ഡെയിലി ഞാൻ ഓടിക്കുമ്പോൾ നിന്ന് കേരളയിൽ ടോട്ടലി 3 സഭയിലെ ഡെയിലി ഹോളി കമ്മ്യൂണിയനുള്ളൂ. ഒന്ന് രമേശ് പാസ്റ്റർ തിരിയുമേ, നമ്മുടെ ഗ്ലോറിയൻ കിങ്ഡം, നമ്മുടെ സന്തോഷ് ദേവി പാസ്റ്റർ, അദ്ദേഹത്തെ ട്രിവാൻഡ്രത്ത് ഒരു സഭയിരിക്കുന്നത്. അന്ത സഭയ്ക്കുള്ളിൽ ആ ഊല്യക്കാരൻ ഡെയിലി ഹോളി കമ്മ്യൂണിയൻ കൊടുക്കും, തിരുവിരുന്ന് കൊടുക്കും. അവര് ആഫ്രിക്കയിലൊക്കെ പെരിയ മിനിസ്ട്രി ചെയ്തു. ആഫ്രിക്കയിൽ വലിയ സ്കൂളുകൾ നടക്കുന്നു, വലിയ വലിയ കൂട്ടങ്ങൾ ചേർത്ത് കോടിക്കണക്കിനുള്ള സ്തോത്രം ചെയ്താണ്ട് മിനിസ്ട്രി ചെയ്യും. സ്തോത്രം ചെയ്ത അതിൻ്റെ നമ്മുടെ മൂല്യത്തിൻ്റെ രഹസ്യം അവര് 2024 അവര് എന്നോട് സഭയിൽ ഒരു 3-4 ക്ലാസ്സിന് വന്നു. 23 ഡിസംബർ മാസം എന്നോട് സഭയിൽ ഒരു 24 പോണ വർഷം ഡിസംബർ മാസം അവർ സഭയിലെ മൂല്യത്തിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. നല്ലൊരു വേദ പണ്ഡിതൻ, അവർ ബൈബിളിനെ പറ്റി നല്ല തിരിഞ്ഞാണ്. സ്തോത്രം. ഞങ്ങൾ ഇനി ഇരിക്കുന്നവരെല്ലാം മാക്സിമം ആർമിയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ 10-35-40 വർഷമായിട്ട് മൂല്യം ചെയ്യുന്ന വേദത്തിന്റെ എല്ലാ സത്യവും തിരിക്കും. അവർ ക്ലാസ് എടുത്ത് വരുമ്പോൾ ചൊല്ലിയാ ചെയ്യും. ഹല്ലേലൂയ. 1 രൂപ തിരിടും. വളരെ ഗമനമായി കേട്ടുകൊള്ളു. 1 രൂപ തിരിടുന്നവനും 100 രൂപ തിരിടുന്നവനും 1 ലക്ഷം തിരിടുന്നവനും 10 കോടി തിരിടുന്നവനും തിരിടൻ. നമ്മ പെന്തിക്കോസ്ത് സഭകളിൽ മാസത്തിൽ ഒരുപാട് ഹോളിക്കമ്മ്യൂണി തിരുവിരുന്ന് കൊടുത്താലും വാരത്തിൽ ഒരുപാട് തിരുമണി കൊടുത്താലും അന്നേ വരെ എന്റെ സഭയിൽ വാരത്തിൽ 3 വാട്ടി ഉണ്ടാക്കി. ചൊവ്വക്കണം, വെള്ളിക്കണം, ഞായറാഴ്ചക്കണം 3 വാട്ടി ഒരു വാരത്തിൽ കൊടുത്തിട്ടുണ്ടാക്കി. അവർ വിചാരിച്ച് നീ മാസത്തിൽ കൊണ്ടു കൊടുത്താലും വാരത്തിൽ കൊണ്ടു കൊടുത്താലും ഇന്ന സഭ വാരത്തിൽ 3 കൊടുത്താലും 3 തിരുടന്മാരാണ്. കർത്തവിന്റെ വേദപ്രകാരം 3 ദൈവത്തിന്റെ വേദപ്പടി തിരുടൻ. 6 വർഷം 40 നാള് ഫാസ്റ്റിംഗ് ഇരുന്ന് ജപം പണി പരിശുദ്ധ ആവിപ്പെട്ട് നനയ്ക്കുന്ന എന്നോട് அந்த ആള് വേദത്തിൽ കൂടെ ചൊല്ലി, നീയും തിരുടൻ, വേദത്തിന്റെ സത്യത്തിൽ നീയും തിരുടൻ, വേദത്തിൽ സത്യപ്പടി അല്ല നീ ചലിക്കുന്നത് സഭ. അതിനാലെയാണ് സഭയ്ക്കുള്ളിൽ വെല്ലുവിളി കൊല്ലാത്ത ആവി ക്രിയ ചെയ്യുന്നത്. അന്റെ ടൈമിൽ ഞാൻ സത്യമാത്ത വചനം കേട്ടിട്ട് എന്നെ ചെയ്ത തിരുമ അന്റെ ഈ സഭയ്ക്കുള്ളിൽ ഡെയിലി ഹോളിക്കമ്മ്യൂണിയൻ ഡെയിലി തിരുവരവ് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മൂല്യവുമായിട്ട് നടന്നിട്ട് ഇത് വേദപ്പടി ഞാനൊരു തിരുടൻ. ഹല്ലേലൂയ. ഞാനൊരു പോഷന്റെ ചൊല്ലിയപ്പോൾ മനസ്സിൽ ഉണർന്നു പോയി. 6 വാട്ടി 40 വർഷം 40 നാളെ ഫാസ്റ്റിംഗ് എടുത്ത് ഞാനിത് പെരുമപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത് വന്ന് ശരിക്കും അടി. ഫുട്ബോൾ പോസ്റ്റിനകത്ത് ഒറ്റ അടിക്ക് സ്വോത്രമേ തലേ കീഴെ പോച്ചു. സ്വോത്രം പറഞ്ഞാട്ട അതൊരു സത്യത്തെ ചൊല്ലുക. ആവിപ്പടി നീ നിൽക്കണമെങ്കിൽ വേദത്തിൽ സത്യത്തിൽ എന്നോ കേട്ടോ അത് ചെയ്യും.
സ്തോത്രം ചൊല്ല്. അത് നടന്നാൽ നീ നിന്നാ പോലും പരിശുദ്ധാവി നിന്നിൽ കൂടെ വിടുതലായിരിക്കും. എന്നാൽ ഹോളി കമ്മ്യൂണിയൻ കൊടുക്കുന്നതിന് മുമ്പ് വരെ സഭയ്ക്കകത്ത് 100, 150, 200 പേര് കൂടുതലില്ല. എന്നാൽ ഹോളി കമ്മ്യൂണിയൻ ഡെയിലി കൊടുക്കുന്നത് സ്റ്റാർട്ടായി. ഇന്ന് 8 വർഷത്തിനുള്ളിൽ സഭയുടെ സ്ട്രെങ്ത് 400 മേലെയാണ്. സ്തോത്രം പറ. ഡെയിലി ഹോളി കമ്മ്യൂണിയൻ, ഡെയിലി ആലയത്തിനുള്ളിൽ നിന്ന് സ്തുതി, ഡെയിലി ആലയത്തിനുള്ളിൽ നിന്ന് ആരാധന, ഡെയിലി വചനത്തിന്റെ വെളിപ്പാടിൽ നിൽക്കുമ്പോൾ ദേശം വിടുവിക്കപ്പെടുകയാ. കൂട്ടമായിട്ട് കഷ്ടപ്പെട്ട മക്കൾ ഇന്ന് ആവിക്കുള്ള ക്രിയക്കുള്ള ഓടി വരികയാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടോ. ക്യാൻസർ രോഗികൾ, വ്യാധികൾ വിടുതലാകുന്നു. വലിയ 2-3 കോടി കടമുള്ളവർ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ വിടുതലാകുന്നു. വ്യാധി പിടിച്ചവരെ എടുത്തോണ്ട് വരുന്നു, വിടുതലാകുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു, അതിശയം നടക്കുന്നു. എന്നാ വിഷയം தெரியுமா? വേദപ്പടി നടന്നാ പോലും ആവി നിന്നെ കണ്ടെത്തും. ആവി നിന്നെ സക്സസ് ആക്കും. പഞ്ചായത്തിന്റെ വോട്ട് നടന്നു, കേരളയിലേക്ക് വോട്ട് നടന്നു പോണം. എന്റെ പഞ്ചായത്ത് വോട്ട് നടന്നപ്പോ ഞാൻ ചർച്ചിനകത്ത് ചൊല്ലിയിട്ട്, വോട്ട് ചെയ്തതിന് മുന്നാടി ഞാൻ ചൊല്ലിയിട്ട്, നിങ്ങളിൽ പരിശുദ്ധ ആവി ഉണ്ടെങ്കിൽ നീ ഏത് കക്ഷിയായാലും ഏത് പാർട്ടിയായാലും നിന്റെ മേൽ പരിശുദ്ധ ആവി ഇരുന്നാൽ നീ കുത്തുന്ന ആൾ പാസ്സായി. നീ ആർക്ക് വോട്ട് പോടുന്നോ അവര് ജയിച്ചു. കാരണം നീ നിലയ്ക്കണമേ. നിന്റെ ദേശത്ത് ഒരു കക്ഷിക്കാരനെ നിർത്തുമ്പോൾ നീ അവർക്കൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുക്കുന്നതൊക്കെ അത് പേപ്പർ കൊടുക്കുന്നതിന് മുന്നാടി വർഷം അവരുടെ അമ്മയുടെ ഉരുവാതിന് മുന്നാടി 2025 ഈ മെയ് മാസം അല്ലെ ജൂൺ മാസം അല്ലെ ഡിസംബർ മാസം പഞ്ചായത്ത് മെമ്പർ ആയിരിക്കണമെന്ന് ഉരുവാതിന് മുന്നാടി കർത്ത പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ആവിയുംപടി ആണെങ്കിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രം പറഞ്ഞാൽ കേരളയിലെ 2 കക്ഷിയുണ്ട്. എനിക്ക് കക്ഷിയൊന്നും കിടയാതെ കേരളയിലെ 2 കക്ഷി മെയിനായിട്ട് ഇരിക്കുന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് കക്ഷി ഇരിക്കുന്നു, 2 കോൺഗ്രസ് കക്ഷി. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഫസ്റ്റ് ജ്ഞാനശാനം എടുത്ത ഒരു ജോയിയുമുണ്ട്, ഒരു അന്നമ്മയുണ്ട്. ഇവർ 2 പേരുമാണ് ഫസ്റ്റ് ജ്ഞാനശാനം എടുത്തത്. അപ്പോൾ ജോയി നേടുന്ന ആൾ ഭയങ്കര കോൺഗ്രസ്സുകാരാണ്. മനവി എന്നാ தெரியுമോ? നോർമൽ ഒരു വിശ്വാസം. അപ്പൊ പക്കത്തെ വീട്ടിൽ ഒരാള് കമ്മ്യൂണിസ്റ്റുകാരി ഒരു മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മനുഷ്യൻ, അവര് വന്നിട്ട് അന്നമ്മ നേടിയിട്ട് വന്ന് കേട്ടാ, പുരുഷൻ എന്നാലും കോൺഗ്രസിനെ കിട്ടുള്ളൂ, നീ എനിക്ക് വോട്ട് തരണമെന്ന് സ്വതന്ത്രം പറഞ്ഞു. അവര് ഞാനെന്താന്ന് ഒരു വാരം മുന്നാടി ചോദിച്ചു, നീ ആർക്ക് കുത്തുന്നോ അവര് ജയിക്കും. ഇന്ന് മനവി എന്നാണ് തന്റെ പയ്യനെ കൂട്ടിക്കൊണ്ട് ബൈക്കിൽ എന്നാതും എടുത്തോണ്ട് വോട്ടിങ്ങിന് പോകും. അവര് പുരുഷൻ കാലയിലേക്ക് പോയി വോട്ട് ചെയ്ത് തിരിച്ചു വന്നിട്ട് മനവി വീട്ടിലെ വേലയെല്ലാം മുടിച്ചിട്ട് പയ്യനെ കൂട്ടി ബൈക്കിലെ കൂട്ടിട്ട് പോയിട്ട് നിന്ന്. ഇപ്പൊ ഇലക്ഷൻ ബൂത്തിലുള്ള നിൽക്കുമ്പോൾ മനവിയുടെ പേര് ആദ്യം വിളിച്ചു, വോട്ട് ചെയ്യുന്ന ഇടത്തിലേക്ക് പോയി. പയ്യൻ ഇതേമാതിരി പാക്കറ്റ് അമ്മ പോയി വോട്ട് പോയി. അവൻ ചൊല്ലിട്ടാ പോയി. അമ്മ ചൊല്ലിട്ട് പോയി, അമ്മ പക്കത്തെ വീട്ടുകാരൻ തന്നെ, നമ്മൾ വീണാച്ച അവൻ തന്നെ വന്ന് നമ്മളെ തൂക്കുമേ, അവൻ തന്നെ നമ്മൾ വീണാച്ച അവൻ തന്നെ തൂക്കുമേ, നമ്മുടെ വീടിക്ക് നെരുപ്പ് പിടിച്ചാൽ അവൻ തന്നെ വരുമേ. അങ്ങ് 4 കിലോമീറ്റർ അന്നാട്ട കിടക്കുന്ന കോൺഗ്രസ്സുകാരൻ വരുമാറ്റം നമ്മുടെ പക്കത്ത് കിടക്കുന്നവൻ തന്നെ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കുത്തിയിട്ട് സ്റ്റാർട്ടായിട്ട് അങ്ങനെ സ്തോത്രം ചൊല്ലിട്ട് പയ്യനൊക്കെ ഇത് കേൾക്കുന്നത് എന്താ അച്ഛമ്മ അമ്മയുടെ മുന്നിലുള്ള ഭയങ്കര ഫീലിംഗ്. 3 നാൾ മുന്നാടി നടന്ന മാറ്റം, വലിയ ചോദ്യങ്ങൾ നടന്ന മാറ്റം. സ്തോത്രം. അമ്മ ഇപ്പോൾ ഫീലിംഗ് ആയിട്ട് മോനെ വോട്ട് ചെയ്യാൻ പോയത് LDF കമ്മ്യൂണിസ്റ്റ് നമ്മുടെ പക്കത്ത് വീട്ടുകാരല്ല, പക്ഷെ ഞാൻ കൈ കുത്തിയത് കോൺഗ്രസിനായിട്ട്.
ചൊല്ലിട്ട് കേസിന്റെ ഇതിന്റെ റിസൾട്ട് വന്ന് ശരിക്കണം, കൂടെ ശരിക്കണം. അപ്പൊ അത് മനവി എന്റെ അടുത്ത് ഓടിക്കൊണ്ട് പറഞ്ഞു, പാസ്റ്റർ ചൊല്ലുന്നു 100% കറക്റ്റാണ്. നീ കുത്തുന്ന നിന്റെ മേലെ അഭിഷേകം ഉണ്ടെങ്കിൽ നീ കുത്തുന്നത് വില്ലാകുമെന്ന് പറഞ്ഞു. ഞാൻ കമ്മ്യൂണിസ്റ്റിന്റെ കക്ഷിക്ക് കുത്തത് കാണാൻ പോയത്. പക്ഷെ കൂത്തിനകത്ത് കയറിയപ്പോ തിരിയാതെ കൈ പാസ്സായി നാൾക്ക് കുത്തി. എന്റെ പയ്യൻകിട്ടി അന്ന് ചൊല്ലി റിസൾട്ട് വന്നപ്പോൾ പാസ്സായവർക്ക് തന്നെ ഞാൻ കുത്തി. അന്ന് വരെ പോകുന്ന വരെ പക്കത്തെ വീട്ടുകാരുടെ കുത്തെടുക്കാൻ പോയത്. പക്ഷെ നീ ചൊല്ലിയത് കറക്റ്റാ. എന്റെ മേലെ അഭിഷേകം ഉണ്ടെന്ന് എനിക്ക് പൊരുതി പോച്ചു. ഞാൻ അഭിഷേകം ഉണ്ടെന്ന് എനിക്ക് പൊരുതി പോച്ചു. ഭാഷ കണ്ടിരിക്കുമേ വന്നിച്ചിട്ട് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ ഒന്ന് ചൊല്ലുക. നിന്റെ മേൽ പരിശുദ്ധ ആവി ഇറങ്ങിയാൽ നീ കരം സക്സസ് ആ, നീ കരം സക്സസ് ആ. എത്ര പേരുടെ വേദത്തിൽ സത്യത്തിൽ നടന്നാൽ നീ കരം സക്സസ് ആ. ഇന്ന് ചില കരമുള്ളവർ പരിശുദ്ധ ആവി ഇറങ്ങുന്ന നാളാ. നീ മനസ്സ് ഉണ്മയായിരുന്നാൽ വേദപ്പടി നിന്നാൽ കർത്തം നിന്നെ വാലല്ല തലയാക്കുമേ. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? വാലല്ല തലയാക്കുമേ. നീ കുത്തിയിട്ടല്ല ആ മനുഷ്യൻ പാസ്സായത്. അവന്റെ അമ്മയുടെ ഉദരത്തിൽ അന്ന് ഉള്ളിൽ ഒരു ഭാഗത്തിന് മുന്നാടി ഈ 2025 ഡിസംബർ മാസം അത്ത ദേശത്തിന്റെ പഞ്ചായത്ത് മെമ്പറാകണമെന്ന് കർത്തൻ പദ്ധതിയിട്ടുണ്ട്. കർത്തൻ പ്ലാൻ பண்ணிയിരിക്കുക. സ്വതന്ത്രം പറ. എന്റെ ഇരിക്കുന്ന ഈ പശകളൊക്കെ നാളേക്ക് എന്താവുന്ന നിങ്ങൾക്ക് തിരിയില്ല. പക്ഷെ കർത്തനൊക്കെ തിരിയും. இந்த பையன் நாளை யாரே பார்ப்போதோ, அந்த பையன் நாளை யாரே போகுதோ, அந்த ஊழியக்காரன் நாளை யாரை பார்ப்போதோ, அந்த ஊழியக்காரன் நாளா போகுதோ உங்களுக்கு தெரியல. உங்களுக்கு പറ. ഞാൻ ഇപ്പൊ ചൊല്ലാം, உங்களுக்கு പോലെ தெரியல നാളേക്ക് നീ ആരാകും. പക്ഷെ എനിക്കൊന്ന് തിരിമേ, വേദത്തിൻപടി നടന്നാൽ നീ വാലല്ല തലയാകും. നീ വാലല്ല തലയാകും. നീ വാലല്ലാമേ തലയായിടുമേ. സ്വതന്ത്രം പറ, സ്വതന്ത്രം പറ, സ്വതന്ത്രം ചൊല്ല്. വേദത്തിൻ സത്യത്തെ കേട്ടിട്ട് ആരാ തൂക്കം വരുന്നുണ്ട്? സ്വതന്ത്രം ചൊല്ലിക്കാൻ ഒരേ ഒരാളെ തൂങ്ങുന്നു, ബാക്കി സ്വതന്ത്രം ചൊല്ലിക്കാൻ. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ ഒരു വേണ്ടി ചൊല്ലുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ നീ ഉണ്മയാ അഭിഷേകം പെട്ടുകൊടുത്തേ. വല്ലമ നീ തലമേലുണ്ട്. നീ വല്ലമയാൽ നിറയുമേ. സ്വതന്ത്രം ചൊല്ല്, സ്വതന്ത്രം ചൊല്ല്. എന്നോട് സഭയിലെ വേദപ്പടി നടക്കാത്ത ഒരേ ഒരു വിഷയം, വേദപ്പടി നടക്കാതെ എന്നോട് സഭയിൽ വചന വേദം കേട്ടിട്ട് അത് നടക്കാത്ത ഒരു ക്രിയ എന്നോട് സഭയിലുണ്ട്. ഇതുവരെ എന്നെ കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. 6 വർഷമായിട്ട് ഈ ഹോളി കമ്മ്യൂണിയൻ, അതായത് തിരുവിരുന്ന് ഡെയിലി കൊടുക്കുന്നതിന് 6 വർഷം, 6ാമത്തെ വർഷമാണ് സക്സസ് ആയത്. ഇപ്പൊ കൂടെ എന്നോട് ലൈഫില് എന്നോട് സഭയ്ക്കുള്ളിൽ വേദപ്പടി നടക്കാത്ത ഒരു വിഷയമുണ്ട്. അത് ചൊല്ലാം. അതുക്കായി ഞാൻ ജപിച്ചിരിക്കുക. സ്തോത്രം ചൊല്ലുക. വേദത്തിൻപടി ചർച്ചകളുടെ കാല് കഴിയുന്ന ശുശ്രൂഷ തിരിമ, പുല്ല് തിരിമ, കാല് കഴിയുന്നത്, പാല് കഴിയുന്നത്, പാദം കഴിയുന്ന വേദത്തിലുണ്ട്. അത് സഭയ്ക്കാണ്. എപ്പോഴും നിങ്ങളിൽ പലരും എന്നെ കൊടുക്കുന്നു. അവിടെ ഒരു ഫോട്ടോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ചപ്പൽ അങ്ങ് കിടക്കുന്നു, ഒരാളുടെ ചപ്പൽ ഇങ്ങനെ, ഒരാളുടെ ചപ്പൽ ഇങ്ങനെ ക്രോസ് വെച്ച് അങ്ങ് വെളിയിൽ പോയി മാറും. സ്തോത്രം. എന്നാൽ ഇതെടുത്ത് കറക്റ്റ് വെക്കുന്നത് ഒരു പാദം കഴിയുന്ന മൂല്യത്തിൽ ക്രിയിക്കണം. അങ്ങ് ഇരിക്കുന്ന ചപ്പൽ പാറ. സ്തോത്രം. എന്താ ചപ്പലിനെ നിങ്ങൾ ഇന്ത്യയിൽ എന്തറിയുമോ? ആരുടെയൊക്കെ ചപ്പല് ആഞ്ഞിരിക്കുമ്പോൾ ചപ്പലിന്റെ കത്തി സ്വതന്ത്രം ചോദിക്കാം. ഒരു ചപ്പൽ അന്തമുക്കും പോയിട്ട് ഒരു ചപ്പൽ അവിടെ അത് തിരിയും. കാരണം தெரியுமா? അവർ ഇത് വിഷയം കൂടെ തിരിയില്ല. കാരണം தெரியுமா? വീട്ടിലെ വിവിധமான പ്രശ്നങ്ങളുടെ മേലെയാണ് ആള് വന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒളിഞ്ഞ അതിന്റെ ചപ്പല് ചേർത്ത് വെച്ചിട്ട് ഉള്ള ഏർത്തുകൊള്ള മൂളക്കിടയാണ് വീട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് ഉള്ളിലേക്ക് വരുന്നത്. സ്തോത്രം പറഞ്ഞാണ് அந்த ടൈമില് നല്ല പരിശുദ്ധ ആവിയുള്ളവർ പിന്നാടി പോയിട്ട് அந்த ചപ്പൽ അടുക്കി വെക്കുക. അതുതാ പാദം കഴുകൽ ശുശ്രൂഷ.
വേറൊരുത്ത കാലി ചെടിയുടെ കൂടെ നടന്നു വന്ന ചപ്പലെടുത്ത് നേരെ വെച്ച് അടുക്കി വെക്കുന്ന ഒരു കൃപ നിന്റെ മേലുണ്ടെങ്കിൽ സ്വോത്രം പറ, നീ പാദം കഴുകൽ ശുശ്രൂഷയാ. സ്വോത്രം പറ. എന്നോട് സഭയിലെ വിശ്വാസികൾ കാല് കഴുകൽ ശുശ്രൂഷ, പാദം കഴുകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആരെങ്കിലും കുരിശ് കൊണ്ടിട്ട് പോണ ചപ്പലെടുത്ത് എന്നോടിക്കണം, ഇതിനെ വെച്ചിട്ട് കുരിശ് പോട്ടിട്ട് അല്ലെങ്കിൽ കാലപ്പടി ചിലപ്പോൾ കൊണ്ട് വെച്ചിട്ട് ഇത് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് നിമ്മതിയില്ലാതെ വന്നത് അതുകൊണ്ടാണ് ഒരൊറ്റ കിക്ക് കേൾക്കുന്നത്. സ്തോത്രം. നീ പിന്നാടി പോയിട്ട് അതെടുത്ത് ഭാഷന്റെ പിന്നാടി തന്നെ ചെരുപ്പ് ഒട്ടി കിടക്കുന്നത്. സ്തോത്രം. അവര് അയ്യോ ഒന്നും തപ്പാൻ കളിക്കാതെ മനസ്സിലുള്ള നിമ്മതിയില്ലാതെ തന്നെ വന്നിരിക്കുന്നത്. അതിനാണ് നമ്മൾ ചപ്പലെല്ലാം കൊടുക്കുന്നു, ക്രോസ് വെക്കുന്നത്. സ്തോത്രം പറഞ്ഞാൽ എന്നാൽ ഇതുക്കുള്ളിൽ അത് ക്ലിയർ ചെയ്യും. മോനെ அந்த ചപ്പല് തട്ടിക്കളയ കൂടാതെ സ്തോത്രം പറഞ്ഞാൽ ഇതിനെ കൊണ്ടു പോയിട്ട് തൂക്കം വരുന്നവരെല്ലാം ഒന്ന് ഇടിക്കട്ടെ. സ്തോത്രം ചൊല്ലിക്കണം. ഇപ്പൊ ശ്രദ്ധിക്കണ നിങ്ങളായിരിക്കുന്ന സഭയ്ക്കുള്ളിൽ പുള്ളിക്കാരങ്ങളെ നീ കൈകൊണ്ട് കഴിവുണ്ടെങ്കിലും ഞാൻ തുറഞ്ഞ ഞാൻ പോളിക്കമ്മണി ഞാൻ തിരുവിരുന്ന് ശുശ്രൂഷയ്ക്ക് കയറും മുമ്പ് വെളിയിൽ ജപം പണിയിട്ട് വെളിയിൽ ആരാധന ഒരു പാട്ട് പാടുമ്പോൾ വെളിയിൽ പോയി ഒരു 10 പേരുടെ ചേർപ്പെടുത്തായിരിക്കും. ഒരു 100-300 പേര് വരുമ്പോൾ കുറഞ്ഞത് 50 എണ്ണത്തിന്റെ ചപ്പല് എത്ര പറഞ്ഞു ചൊല്ലിയാലും നമുക്കൊരു 10 എണ്ണം അടിക്കുന്നതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴേ ആരെങ്കിലും സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ബ്രദേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും മൂല്യക്കാരനോ പറയും എനിക്കൂടെ ചാൻസ് ഞാനോടൊന്ന് அந்த ശുശ്രൂഷ அந்த ഊല്യം ഒന്ന് ചെയ്തോട്ടെ, ഞാനൂടെ 10 എണ്ണം അടിക്കി വെക്കാൻ പറഞ്ഞു. സ്വോത്രം ചൊല്ല്. ഹല്ലേലൂയ. നെക്സ്റ്റ് യേശു കർത്താവ്, ശ്രദ്ധയോടെ യേശു കർത്താവ് ഊല്യം ചെയ്തപ്പോൾ നമ്മുടെ ചർച്ചകളിൽ എന്നും അല്ലെ ഊല്യം ചെയ്തെടുത്തെന്നും ഓഫറിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാച്ച വായി പിടിച്ചു ചൊല്ലുന്ന കേട്ട് വരില്ല. അവർക്ക് தேவையானതെല്ലാം എന്റെ മോശം. നിങ്ങൾ ആശീർവദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് அப்படி ഇറങ്ങി പോകൂடாது. இந்த ஊழியம் செய்யறதுக்காக நீ സപ്പോർട്ട് കൊടുക്കണം. നിനക്ക് മുടിഞ്ഞ അളവ് സ്തോത്രം ചൊല്ലിക്കാം. നിന്റെ കയ്യിലുള്ള 10,000 രൂപ ഉണ്ടെങ്കിൽ ആ 10,000 എടുത്ത് ഉള്ളിലിടാൻ സ്തോത്രം പറ. നിങ്ങൾക്ക് ഡൗട്ട് വരികയാണ്, മാഷിന്റെ പോക്കറ്റിൽ 10,000 ഉണ്ട്, ഒന്ന് ഇടാമോ എന്ന് ചോദിച്ചാൽ വായിന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്നോടിക്കണം. സ്തോത്രം. 10,000 ഉണ്ടെങ്കിൽ ആ 10,000 എന്നോടിക്കണം. അങ്ങനെ വിടണം. ഇത് ചൊല്ലും தெரியுமா? സ്തോത്രം പറഞ്ഞാൽ தெரியுமா? ഇത് നിങ്ങൾക്കൊരു ഡെലിവറൻസ് ആണ്. ഫിനാൻഷ്യൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൈ കൊടുക്കുന്ന കരമായി ഇരുന്നാൽ കൊടുക്കുന്ന കൈയിരുന്നാൽ പോകും. കഷ്ടം വാങ്ങുന്നതിന് ചാൻസ് കൊടുക്കുന്ന കത്തിന്റെ മൂല്യത്തിനാകെ സ്വന്തം പറയാം. സ്വന്തം പറയാം. അത് കൊടുക്കുന്ന കരമായിരിക്കും. ഇപ്പൊ 1 രൂപ ഉള്ള കയ്യിലെടുത്താൽ ആരുടെയെങ്കിലും കയ്യിൽ 1 രൂപയിലുള്ളവരുടെ കയ്യിലെടുത്താൽ കയ്യിലെടുത്താൽ നിങ്ങളുടെ കയ്യിൽ 1 രൂപയോ 2 രൂപ കിലോ ഇല്ല. പുറകിലുള്ള റോബിനില്ല, കയ്യിൽ 1 പൈസ പോലും ഇല്ല. 1 രൂപയോ 10 രൂപയോ 100 രൂപയോ 500 രൂപയോ എത്രയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്തോത്രം പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം തന്നെ. നിങ്ങളുടെ ദരിദ്രത്തെ ഞാൻ ഉടക്കണമെങ്കിൽ ആദ്യം ഞാനത് ചെയ്യണം. അത് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ഊല്യം ചൊല്ലിയാച്ചാൽ നിങ്ങളത് വരും. സ്തോത്രം ചൊല്ല്. അത് കയ്യിലെടുത്ത് പിടി. എല്ലാ ഫലങ്ങളും എടുത്ത് പിടി. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ കുടുംബത്തിന്റെ ദരിദ്രത്തിന്റെ കെട്ട് ഇന്നും പകർക്കാനും? എത്ര പേര് മനസ്സിൽ തോന്നുന്നവർ എടുത്തു വെച്ചു? 500 ഉണ്ട് 500 എടുത്തോ, 1000 ഉണ്ട് 1000 എടുത്തോ, 1 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ എടുത്താൽ മതി, 10 രൂപ 10 രൂപ എടുത്താൽ മതി. ഞാൻ ചൊല്ലിയിട്ടില്ലാതെ കർത്തൻ നാമത്തില് നിനക്ക് കർത്തൻ കൊടുത്ത ആശീർവാദത്തെ കർത്തനിക്ക് ഫസ്റ്റ് കൊടേ. നിന്റെ ദരിദ്രത്തിന്റെ കെട്ടുകൾ ഇന്നും പകർക്കാലം അടയ്ക്കുക. ഉലിക്കാരനെ എടുത്തു. ഏതെങ്കിലും ഉലിക്കാരന്റെ ഇടയിൽ ഫിനാൻഷ്യൽ ഡൗൺ
മാറും. ഒന്ന്, ഫിനാൻഷ്യൽ ദരിദ്രത്തിന്റെ കെട്ട് പൊട്ടും. മൂന്ന്, നിങ്ങളുടെ കുടുംബത്തിലുള്ള പരിശുദ്ധ ആവിയുടെ ക്രിയ നടന്നിരിക്കും. ഈ മൂന്ന് കാര്യത്തെ ക്ലിയർ ചെയ്യാനാണ് കേരള നൈറ്റ് മൊത്തം ബസ് യാത്ര ചെയ്ത് ഇന്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നത്. അത് വിശ്വാസത്തോടെ. നിന്റെ കയ്യിൽ ആരും കമ്പൽസറി പോടക്കൂടാ, ആരും മറ്റൊരാളെ കാട്ടതൊക്കെ പോടക്കൂടാ. സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ സ്തോത്രം ചൊല്ലിക്കണം. എനിക്ക് പറഞ്ഞാൽ കർത്താവ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. അപ്പൊ അടുത്തത് വന്ന് കേറും. സ്തോത്രം പറഞ്ഞാണ് ഹല്ലേലൂയ. അത് കരകളിൽ പിടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ആരും നിർബന്ധിക്കണ്ട. വിരുപ്പമുള്ളവർ മൊത്തം ഇട്ടപ്പോൾ മുന്നാടി കൊണ്ടുവന്നിട്ടു. അല്ലാത്തവർ അവിടെ നിന്ന് പോക്കറ്റ് കിട്ടും, ഒരു കുഴപ്പമില്ല. ആരൊക്കെ ഇതിക്കുള്ള കൊടുക്കുന്നതിന് വിരുപ്പമുണ്ടോ അത് ഇതിക്കുള്ള കൊണ്ടുവിട്ടാട്ടെ. കർത്തന്റെ ഊല്യത്തിക്കാർ ആരെ കമ്പൽസറി ഇല്ല. ചില കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ ഡെലിവറൻസ്, ഫിനാൻഷ്യലിന്റെ കെട്ടുകളെ ഇന്ന് പകൽക്കാലം ഉടയ്ക്കുകയാ. നിന്റെ സഭയ്ക്കുള്ളിലുള്ള ദരിദ്രത്തിന്റെ കെട്ടുകളെ യേശുവിൻ നാമത്തിൽ ഉടയ്ക്കുകയാ. യേശുവിൻ നാമത്തിൽ നീ കർത്തനക്ക് കൊടുക്കുന്നതിന് വിരുപ്പപ്പെട്ടാൽ സ്തോത്രം ചൊല്ല്. നിന്റെ ഏറ്റവും പെരിയതെടുത്ത് കർത്താവിന് കൊടുത്തു. കർത്താവ് നിനക്ക് അധികമാ തരും. സ്തോത്രം പറ ഹല്ലേലൂയ. എനിക്ക് നല്ല നമ്പിക്കൽ ഇരിക്കുന്നു. ഇന്നേക്ക് ചില കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ചില ഊല്യക്കാർ നിങ്ങൾ വന്നാണ്. നിങ്ങൾ കർത്തന്റെ മുന്നാടി എല്ലാം ഒരേ മാതിരിയാ. സ്തോത്രം പറഞ്ഞാണ് ഒരു രൂപ എടുത്തേക്ക് ഒരു രൂപ ഇട്ടാ മതി. യേശുവിന്റെ നാമത്തിൽ എന്റെ ഊല്യക്കാരങ്ങളിൽ രണ്ടുപേരും ഇട്ടാണ് കയ്യിലിട്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. ഊല്യക്കാരൻ ഇട്ടാണ്, നിങ്ങൾ ഇട്ടാണ്, നിങ്ങൾ ഇട്ടാണ്, എല്ലാവരും ഇട്ടാണ്. നമ്മളെല്ലാവരും ഒരേ മലയാ. കർത്തന്റെ നാമത്തിൽ ഒരു മാതിരി ആരും അതിനകത്ത് വർഷിച്ചില്ല. യേശുവിന്റെ നാമത്തിൽ ഉന്നത കരങ്ങൾ കർത്തനിക്കാകെ ഒരു രൂപ കൊടുത്തു. ഒരു രൂപ, 5 രൂപ, 10 രൂപ, 500 രൂപ, 1000 എത്രയാ കൊടുക്കുക? കർത്തന്റെ ബ്രേക്ക് ത്രൂ ചെയ്യാൻ പോവാ. ചില കുടുംബത്തിന്റെ വരുന്ന വെല്ലുവിളികളെ കർത്തൻ എടുത്തു കളയുക. ചില ദരിദ്രത്തിന്റെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം ഇന്ന് ഊല്യത്തിലൂടെ ഉടയ്ക്കുക. ആശീർവാദം, 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 ആശീർവാദം. അതിശയങ്ങൾ